Friends, today I am going to discuss Keynesian cross അല്ലെങ്കിൽ determination of equilibrium output or income. Okay, Keynesian cross. അപ്പോൾ what is mean by Keynesian cross എന്ന് ചോദിക്കും. എന്താണ് Keynesian cross എന്ന് ചോദിച്ചാൽ it is actually, how can you define it? Keynesian cross എന്ന് പറയുന്നത് Keynesian cross is a diagrammatic representation of determination of the equilibrium level of income or output based on the intersection of aggregate demand and aggregate supply. അപ്പോൾ Keynesian cross എന്താണ് പേര് കേട്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. ഇതെന്താണ്? കെയ്ൻസിൻ്റെ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ബൈ യൂസിങ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബൈ യൂസിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താ നമുക്കറിയാം, അഗ്രിഗേറ്റ് സപ്ലൈ എന്താണെന്ന് അറിയാം. അത് ഈക്വൽ ആവുന്ന പോയിൻ്റാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അങ്ങനെയാണ് നമ്മളെന്ത് തീരുമാനിക്കുന്നത്, കെയ്നീഷ്യൻ ഇക്കോണമിക്സ്, കെയ്നീഷ്യൻ പിന്നെ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് പറയുന്നു അല്ലേ. അതിൻ്റെ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കെയ്നീഷ്യൻ ക്രോസ്. അപ്പോൾ കെയ്നീഷ്യൻ ക്രോസ് shows the diagrammatic representation of income or output determination of Keynesian economic model by intersecting aggregate demand and aggregate supply അല്ലേ. അതാണ് കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞു തന്നു. ഇനി നമുക്ക് വി ക്യാൻ ഗോ ത്രൂ ദി ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇനി മോഡേൺ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ വാസ് ഡെവലപ്ഡ് ബൈ കെയ്ൻസ്. കെയ്ൻസ് ആണ് ആക്ച്വലി, നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഈ മോഡേൺ തിയറി ഓഫ് ഇൻകം ഡിറ്റർമിനേഷൻ, ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കൊണ്ടുവന്ന് കെയ്ൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായ ദ ജനറൽ തിയറി, ബുക്കിൻ്റെ പേര് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ തിയറിയിൽ പറയുന്നത് he brought the concept, the effective demand. ഓക്കെ, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ആ ഇഫക്റ്റീവ് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ്. ഒന്ന് അഗ്രിഗേറ്റ് ഡിമാൻഡും ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് രണ്ട് രൂപത്തിലുണ്ടെന്ന് പറയുന്നു. അതൊന്ന് കൺസംഷൻ ഡിമാൻഡും രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും. അപ്പം കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷനിൽ മാറ്റം വരും. പക്ഷേ ദ ലെവൽ ഓഫ് ഇൻകം ആൾസോ എ ഫങ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ആൾസോ എ ഫങ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ MEC അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ ആണ് ആക്ച്വലി എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇൻകം ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആൻഡ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലാണ്. അത് മറക്കരുത്, MEC. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് രണ്ട് എലമെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് പിയർലി അല്ലെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻകം ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. പക്ഷേ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം എങ്ങനെ നമുക്ക് ഡയഗ്രമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കെയ്ൻസിൻ്റെ ഇക്വിലിബ്രിയം നമുക്കറിയാം. ഇക്വിലിബ്രിയം ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. അവിടെയാണ് എന്ത് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. അങ്ങനത്തെ ഒരു പൊസിഷൻ വരുന്നതാണ്. അവിടെയാണ് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ടും
അതുപോലെ ഇൻകം എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, മറ്റു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ഇൻകം മേ ബി ഡിഫൈൻഡ് ആസ്, ഇപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറൊരു വേർഷനാണ്. ദ ഇക്വിലിബ്രിയം ഇൻകം മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻകം വയർ ദ ടോട്ടൽ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു ദി അഗ്രിഗേറ്റ് ഔട്ട്പുട്ട്. അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈനെയാണ്. ഓക്കെ, അഗ്രിഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയും. ഇക്വിലിബ്രിയം ഇൻകം ഇൻ കെയ്നീഷ്യൻ ക്രോസിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ഇൻകം ഈസ് ഡിറ്റർമിൻ ബൈ എങ്ങനെയാണ് ഇൻകം ഡിറ്റർമിൻ ബൈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ആണ് അത് ഇക്വിലിബ്രിയം ഇൻകം തീരുമാനിക്കുന്നത്. അവിടെ എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ഡിമാൻഡ് ബിക്കം ഇഫക്റ്റീവ് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു രൂപത്തിൽ പറയാം, പ്ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു പ്ലാൻഡ് സേവിങ്സ്. ഇതൊക്കെ ഇതിൻ്റെ വ്യത്യസ്ത വേർഷൻസ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡിന് അഗ്രിഗേറ്റ് സപ്ലൈൻ്റെ വ്യത്യസ്ത വേർഷൻസ് ആണ്, വ്യത്യസ്ത പേരുകളാണ്. ഓക്കെ, ഇനി ഇൻ ദിസ് ഫോളോയിങ് ഡയഗ്രാം ഇതാണ് കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദി ഫോളോയിങ് ഡയഗ്രാം ഇൻകം ഈസ് മെഷേർഡ് ഓൺ ദി എക്സ് ആക്സിസിലാണ് ഇൻകം എടുക്കുന്നത്. അതുപോലെ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആവാം, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, സേവിങ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്, അങ്ങനെ സേവിങ് ഇസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഗെയിൻസ് പറയുന്നത്. അപ്പോൾ വൈ ആക്സിസിലാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും മെഷർ ചെയ്യുന്നത് വൈ ആക്സിസിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി വൈ ഇസ് ഈക്വൽ ടു കർവ് നോക്കുക, വൈ ഇസ് ഈക്വൽ ടു C+S അല്ലേ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനാണ് വൈ ഇസ് ഈക്വൽ ടു C+S എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പിന്നെ C+I ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഈസ് C+I. സി എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് S ഈസ് ഈക്വൽ ടു സേവിങ്. ആ സേവിങ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ C+I ആണ് ആ കർവ്. സിൻ്റെ കർവ് മാത്രം നിങ്ങൾ, സി എന്ന് കൺസംഷൻ മാത്രമാണ്, പക്ഷെ അതിൻ്റെ C+I സിനേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്, C+I ഈസ് ഗ്രേറ്റർ ദാൻ സി. കാരണം സിയിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ, അതിൽ എന്ത് കൂടെ ഉണ്ട്, സേവിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ. C+I ആണ് അവിടെ ഉള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ C+I ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. Y is equal to C+S എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 0, ദാറ്റ് ഈസ് 45 ഡിഗ്രി ലൈനാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് പോയിന്റ് ഇ അല്ലേ, അറ്റ് പോയിന്റ് ഇ എന്താ സംഭവിക്കുന്നത്, ഇതിൽ 45 ഡിഗ്രി ലൈൻ, ദാറ്റ് മീൻ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ജസ്റ്റ് ടാൻജൻറ്റ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ C+I അല്ലേ, ഈ എന്ന പോയിന്റിൽ ഇല്ലേ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഈക്വൽ ആവുന്ന പോയിന്റ് അറ്റ് പോയിന്റ് ഇ. ആ ഇ എന്നുള്ള പോയിന്റാണ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അവിടെ OY താഴോട്ട് നോക്കൂ, OY ഇൻകം ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ OY ഔട്ട്പുട്ട് ഈസ് ഡിറ്റർമിൻ ബൈ അറ്റ് ഇക്വിലിബ്രിയം ഇ വെയർ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ Y is equal to C+S is just equal to aggregate demand function C+I. ക്ലിയർ ആണോ? ദിസ് ഈസ് കാൾഡ് കെയ്നീഷ്യൻ ക്രോസ്, അല്ലെങ്കിൽ ഇതാണ് കെയ്നീഷ്യൻ ക്രോസ് എന്ന് പറയുന്നത്. കെയ്നീഷ്യൻ്റെ ഇൻകം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ബൈ യൂസിങ് ദ മെത്തേഡ്സ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട എലമെൻറ്റ്സുകൾ, ഒന്ന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അത് അഗ്രിഗേറ്റ് സപ്ലൈ പറയുകയാണെങ്കിൽ അത് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു സി, കൺസംഷൻ പ്ലസ് സേവിങ് ആണ്. അത് ചെയ്യണം, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറിയാൽ അത് അഗ്രിഗേറ്റ് ഡിമാൻഡായി മാറും. അപ്പോൾ ദിസ് ഈസ് കെയ്നീഷ്യൻ ക്രോസ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഇ ആണ്. അതിൻ്റെ വേറെ ഏതൊരു പോയിന്റും ഒരിക്കലും ഇക്വിലിബ്രിയം ഇല്ല. കാരണം എന്താണ്, ബിലോ ഇ എന്ന് പറയുന്നത് എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ. അവിടെ ഡിമാൻഡ് കൂടുതലാണ്, അല്ലെങ്കിൽ C+I ഈസ് ഗ്രേറ്റർ ദാൻ
സി പ്ലസ് എസ്. ഇനി സി ഈ ഈ ഈ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡാണെങ്കിൽ, ഓക്കെ, ലെഫ്റ്റ് സൈഡാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ ഈ സൈഡ് ഇങ്ങേ സൈഡാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അഗ്രിഗേറ്റ് സപ്ലൈ, ദാറ്റ് മീൻ y is equal to c plus s is greater than aggregate demand curve. c plus s is greater than c plus i. അതാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് അവിടെ ഒന്നും എന്തില്ല, ഒരു മാക്സിമം പോയിന്റ് അല്ല, ഒരു ഈക്വാളിറ്റി കണ്ടീഷൻ അവിടെ അല്ല, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം അല്ല. ഇക്വിലിബ്രിയം ഈസ് അറ്റ് പോയിന്റ് ഇ വെർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു aggregate supply. Okay, this is a Keynesian cross.